മുനമ്പം ഭൂമി വിഷയം ഇന്ന് വഖഫ് ട്രൈബ്യൂണലിൽ. ഭൂമി വഖഫാക്കിയതിനെതിരെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് നൽകിയ ഹർജിയിൽ വാദം തുടർന്നു. മുനമ്പം നിവാസികളെയും കേസിൽ കക്ഷി ചേർത്തു. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ഏപ്രിൽ 15-ന് മുനമ്പത്ത്. AICC സമ്മേളനത്തിന് ഇന്ന് അഹമ്മദാബാദിൽ തുടക്കം. വിശാല പ്രവർത്തക സമിതി യോഗം രാവിലെ 10-ന്. DCCകളുടെ ശാക്തീകരണം ഉൾപ്പെടെ സംഘടനാതല നവീകരണം ഉണ്ടായേക്കും. വൈകിട്ട് സബർമതി ആശ്രമത്തിൽ പ്രാർത്ഥനായോഗം. വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പിന്നാലെ. യുവതി മരിച്ചത് പ്രസവശേഷം രക്തം വാർന്നെന്നും ചികിത്സ ലഭിച്ചെങ്കിൽ അസ്മ മരിക്കില്ലായിരുന്നെന്നും ഡോക്ടർമാർ. രാജ്യത്ത് പാചകവാതക വില വർധനവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ഗാർഹിക സിലിണ്ടറിന് 50 രൂപ വർദ്ധിപ്പിച്ചു. സിലിണ്ടർ വില 803-ൽ നിന്ന് 853 രൂപയായി. ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്കും വില വർധനവ് ബാധകം. ഉജ്ജ്വല ഉപഭോക്താക്കൾ ഇന്നു മുതൽ 553 രൂപ നൽകും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MP ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകുന്നത് 3-ാം തവണ ലഭിച്ച നോട്ടീസിൽ. രാധാകൃഷ്ണനിൽ നിന്നും തേടുക CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ കാലത്തെ പാർട്ടി ഇടപാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ. കരുവന്നൂരിൽ 2-ാം ഘട്ട കുറ്റപത്രം നൽകാൻ ED. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. മുംബൈയെ സ്വന്തം തട്ടകത്തിൽ തോൽപ്പിച്ചത് 12 റൺസിന്. ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത ലക്നൌവിനെയും ചെന്നൈ പഞ്ചാബിനെയും നേരിടും.